UGയിലും PGയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ അവിടെ ഉണ്ട്. നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല. നിർമ്മല കോളേജ്, മൂവാറ്റുപുഴ. An inspiring journey into the future. കഠിന പ്രയത്നത്താൽ പതിറ്റാണ്ടുകൾ കൊണ്ട് നാം കെട്ടിപ്പടുത്ത രാജ്യത്തെ മുഴുവൻ മൂല്യങ്ങളെയും ബലികഴിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നെല്ലിക്കുഴിയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2014 അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി ഇന്ത്യയിലെ ജനങ്ങൾക്ക് കുറെ ഗ്യാരണ്ടി നൽകിയിരുന്നു, കുറെ വാക്കുകൾ. നമുക്കൊന്ന് പരിശോധിക്കണ്ടേ ആ വാക്കുകൾ അദ്ദേഹം 10 വർഷക്കാലത്തിനിടയിൽ നടപ്പാക്കിയോ? ആദ്യത്തെ ഗ്യാരണ്ടി എന്താണ്? സ്ത്രീകളോടായിരുന്നു ഗ്യാരണ്ടി. പാചകവാതകത്തിന്റെ വില കുറയ്ക്കുമെന്നായിരുന്നു ആദ്യത്തെ ഗ്യാരണ്ടി. ഓർമ്മയുണ്ടോ? അന്ന് 400 രൂപയായിരുന്നു പാചകവാതകത്തിന്റെ വില. ഇന്ന് 300% വർദ്ധിച്ച് 1200 രൂപയായി പാചകവാതകത്തിന്റെ വില. ആദ്യത്തെ ഗ്യാരണ്ടി ചെയ്തില്ല എന്ന് മാത്രമല്ല 300% വർദ്ധിച്ചു. പിണറായി വിജയനെതിരായി ഉള്ള അഴിമതി കേസ്, SNC ലാവ്ലിൻ കേസ് 6.5 കൊല്ലമായി സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആണ്. CBIയുടെ വക്കീൽ ഹാജരാവില്ല. 60 പ്രാവശ്യമാണ് നീട്ടിവെച്ചത്, രജിസ്ട്രിയിലും കോടതിയിലും 60 പ്രാവശ്യം. ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു കേസിന് അങ്ങനെ ഒരു ഗതികേടുണ്ടോ? പിണറായി വിജയനെതിരായി കേസെടുക്കുമ്പോൾ CBI വക്കീൽ ഹാജരാവില്ല, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീൽ ഹാജരാവില്ല. 6.5 കൊല്ലം ധാരണയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ, ലൈഫ് മിഷൻ കോഴ കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയി അല്ലേ? കർഷകരെയും യുവാക്കളെയും നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിവിട്ട മോദി സർക്കാരിനെ പരാജയപ്പെടുത്താൻ ജനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്ന് അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തിൽ UDF ചെയർമാൻ ഷിബു തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു. എൽദോസ് കുന്നപ്പള്ളി MLA, ജെയ്സൺ ജോസഫ്, S അശോകൻ, ജോയ് വെട്ടിക്കുഴി, അഡ്വക്കേറ്റ് അബു മൊയ്തീൻ, KP ബാബു, ഷമീർ പനയ്ക്കൽ, ബാബു ഏലിയാസ്, KM അബ്ദുൽ കരീം, വിനോദ് K മേനോൻ എന്നിവർ പങ്കെടുത്തു. പ്രതികൂല കാലാവസ്ഥയിലും നൂറുകണക്കിന് UDF പ്രവർത്തകരാണ് ചടങ്ങിൽ പങ്കാളികളായത്. GGC HUK പ്രൈവറ്റ് ലിമിറ്റഡ്, നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ്, MC റോഡ്, മണ്ണൂർ, കീഴിലം.